ഖുർആനിലുള്ള ചികിത്സ ഹദീസിലുള്ളതാ. ഇന്നോളം നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ചികിത്സ. നമ്മളെ ഇഫ്ലുർ റഹ്മാൻ മൗലവി പ്രസംഗിക്കാം. എന്തായാലും പറയുന്നത്, ആരെ കണ്ണ തട്ടിന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യാം? അയാൾക്ക് ലേശം വെള്ളം കൊടുക്കും. അയാളെ കൊണ്ട് ചില പരിപാടി. ഈ ഒരു ബക്കറ്റ് വെള്ളം, അയാൾക്ക് വല്ല ബക്കറ്റോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ട് ആദ്യം അയാൾ കൈയിട്ടിട്ട് വെള്ളം അതിന് കോരിയിട്ട് വായിൽ വെള്ളം കുപ്പിച്ചിട്ട് അയക്കനെ തുപ്പണം. എവർക്ക്? ബക്കറ്റ് കെട്ടും. പിന്നെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരണം. എന്നിട്ട് വലത്തെ കൈയിന്റെ ഈ ഉള്ളം കൈ കഴുകണം. പിന്നെന്ത് ചെയ്യണം? കാലിന്റെ ഞെരിയാണിക്ക് താഴെ കഴുകണം. പിന്നെ മുട്ടുംകാലിന്റെ താഴെ കഴുകണം. ഈ കഴുകുന്ന ബാക്കി ഒലിച്ചു പോണ വെള്ളമൊക്കെ അവിടെ ആക്കും വേണം ഈ വെച്ചിരിക്കണ ബക്കറ്റിക്കറ്റ് ആക്കണം. അങ്ങനെ അതേപോലെ ഇടത്തേക്കാലും വലത്തേക്കാലൊക്കെ അയാൾ വിശദീകരിക്കും രീതി എങ്ങനെയൊക്കെ കഴുകേണ്ടത്. അതിനാണ് ഉസുൽ എന്ന് പറയാനായാലും പറയുന്നത്. ഇതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങള് ഇടത്തെ കൈ ബക്കറ്റ് കെട്ടിട്ട് വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം? നമ്മളെ ശരീരവുമായിട്ട് ഏറ്റവും അധികം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വസ്ത്രമുണ്ട്, അടിവസ്ത്രം എന്ന് പറഞ്ഞ വസ്ത്രം. അതിന്റെ പിന്നാമ്പുറത്ത് കൂടിയാണ് കൈയിട്ടിട്ട് അവിടൊക്കെ ഒന്ന് പോയി സ്പർശിച്ചു പോന്നിട്ട് ഈ കൈയും എവിടെ ഇടണം? ഈ ബക്കറ്റിക്ക് തന്നെ ഇടണം. ഓ, ഇല്ലാത്ത നവോത്ഥാനം തന്നെ ഇതൊക്കെ. എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ, ഇവിടൊക്കെ പോയി സ്പർശിച്ചു പോന്ന ഈ കൈ തൊട്ട വെള്ളം, ഈ വെള്ളം എന്ത് ചെയ്യണം വെച്ചാല് ആർക്കാ കണ്ണ് തട്ടിയിട്ടുള്ളതെങ്കിൽ അയാളെ പിന്നാമ്പുറത്ത് കൂടി പോയിട്ട് എന്ത് ചെയ്യണം? തലയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ എന്താ മുന്നൊന്ന് ഒഴിച്ചാല്? മുന്നൊന്ന് ഒഴിക്കാൻ പറ്റൂല എന്നാലും പറയുന്നത്. കാരണം മുന്നൊന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേറ് മാത്രമല്ല കണ്ണന്നെ പോകും. എവിടെയുള്ള വെള്ളമാണ് ഇത് വരുന്നത്? ഇനി കേട്ടോളൂ സഹോദരങ്ങളെ, മുജാഹിദീങ്ങളെ നവോത്ഥാനം. ഇവിടൊക്കെ വല്ലോരും മുജാഹിദിന് പെട്ടുപോയവരുണ്ടെങ്കിൽ പൊന്നാര മുജാഹിദീങ്ങൾ ആ കൂടാരം വിടാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും നിങ്ങളതിൽ നിൽക്കല്ലേ. ദയവ് ചെയ്ത് ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വിറ്റ് കാശുണ്ടാക്കാൻ നോക്കല്ലേ. ഞങ്ങൾക്ക് നാണക്കേടാണ് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഒരു അമുസ്ലിം സഹോദരൻ വിചാരിക്കൂല, പടത്തോട് ഇങ്ങനെ ഒരു ചികിത്സയാണ്. പൊന്നാര മുസ്ലിമീങ്ങളെ, ഞങ്ങൾക്കില്ല അങ്ങനത്തെ ചികിത്സ ഒന്നും. അതൊക്കെ മുജാഹിദിന്റെ കണ്ണെന്നെ തട്ടണം അങ്ങനത്തെ ചികിത്സ നടക്കണമെങ്കിൽ. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഇഫ്തുർ റഹ്മാൻ മൗലവി പ്രസംഗിക്കുന്നത് ശരിക്കും നിങ്ങൾ കേട്ടോളൂ. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞ ഉടനെ സംഭവിക്കും. അങ്ങനെ ഇന്ന ആൾക്കാർ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ സംശയമുണ്ട്, ഇന്ന ആൾക്കാർ സംശയമുണ്ട്. അങ്ങനെ അവരോട് പോയിട്ട് പറയാം ഇതിനുള്ള ചികിത്സ കാര്യങ്ങള്. എന്താ ചികിത്സ? അതിന്റെ ചികിത്സ, അയാള് ഓതുടുത്ത വെള്ളം, ശരിക്കും അതിന് ഓതുമല്ല, നമ്മൾ സാധാരണ എടുക്കുന്ന ഓതുണ്ടല്ലോ, അതല്ല ഓതു. അതിന് കുളിക്കാന്ന് പറയാറുണ്ട്, കുളിച്ച വെള്ളം എന്ന് പറയാറുണ്ട്. കുളിക്കാൻ ആവശ്യപ്പെട്ട കുളിക്കണം എന്നാണ് റസൂലിന്റെ ഹദീസിലുള്ളത്. ഓതുകൊടുക്കാൻ പറഞ്ഞാൽ ഓതുകൊടുക്കണം എന്നാണ് മറ്റൊന്നുള്ളത്. വാസ്തവത്തിൽ എങ്ങനെ ചിലത് വിശദീകരിക്കുന്നത്? കണ്ണാണ് തട്ടിയെന്ന് നമുക്ക് ഉറപ്പുള്ളത് അല്ലെങ്കിൽ സംശയിക്കുന്നത് അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുക്കാം, ഒരു ബക്കറ്റിലൊക്കെ ഒരു പാത്രത്തിലൊക്കെ കുറച്ച് വെള്ളം കൊടുക്കാം. എന്നിട്ട് അയാളെ കണ്ട് കുളിക്കാൻ പറയാം അല്ലെങ്കിൽ നിൽക്കുക. അയാൾ എങ്ങനെയാ പഠനം പഠിപ്പിച്ചു കൊടുക്കുക? ഏനന്മാർ അറിവുകൊണ്ട് നടക്കാനല്ല, ആ കുളിയൊക്കെ He should cup his hand. അതിന് കൈയിട്ടുകൊണ്ട് വെള്ളം കോരിയെടുക്കുക. എന്നിട്ട് ചെയ്യാ വായിലെടുക്കുക. വായില് വെള്ളം കൊപ്പിളിച്ചിട്ട് അയക്കന്നെ തുപ്പുക. ഇവിടെ തുപ്പി വെള്ളമൊക്കെയാണ് ഇപ്പോ ചികിത്സ. മടവൂരികളും ജമാഅത്തും വിളിക്കുക. മടവൂരികളും ജമാഅത്തും കളിയാക്കുന്നുണ്ട്. ഇവിടെ കാര്യത്തിനെ കളിയാക്കി പറഞ്ഞേ. അതെന്ത് അറിയോ? മടവൂരികൾ ജമാഅത്തുകാരെന്നോടിങ്ങനെ വലിയൊക്കെ ഇറക്കില്ല. ഈ വെള്ളം കുറച്ച് വെള്ളം എടുക്കുക, അതിൽ വെള്ളം ഒരു തവണ കൊപ്പിളിച്ചിട്ട് അരിക്കേണ്ട തുപ്പുക. രണ്ട് വെള്ളം എടുത്ത് മുഖം കഴുകുക. 3 ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരുക. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് വലത്തെ കൈയിന്റെ ഉള്ള കൈയിന്റെ ഇതല്ലേ അവിടെ കഴുകുക. എന്നിട്ട് വലത്തെ ഉള്ള കൈയിന്റെ അത് കൈപ്പത്തിയും ഒക്കെ ഉണ്ടല്ലേ അതുവരെ അതുവരെ കഴുകുക. എങ്ങനെ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് വലത്തെ കാലിന്റെ നെരിയാണിന്റെ അത് കഴുകുക. എന്നിട്ട് വലത്തെ അതിനുശേഷം വലത്തെ കൈ കൊണ്ട് അതൊക്കെ ഈ ബക്കറ്റ് കാണും, പൊക്കി കൈ കാണിച്ച് കാല കൈന്റെ മുകളിൽ പൊക്കിട്ടാ ചെയ്യാൻ. പിന്നെ ചെയ്യാ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് ഇടത്തെ കാലിന്റെ നെരിയാണിക്ക് താഴെ കഴുകുക. പിന്നെ ചെയ്യാ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരുക. എന്നിട്ട് വലത്തെ കൈയിന്റെ വലത്തെ കാലിന്റെ മുട്ടിന്റെ താഴെ കഴുകുക. ഇതൊക്കെ ഓരോ തമിഴ് വെള്ളം കയ്യിൽ നനച്ചിട്ട് ശരീരത്തോട് ഏറ്റവും ഒട്ടിച്ചേർന്ന വസ്ത്രം ഉണ്ടാവും. അത് ലിസാർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ലിസാറിന്റെ
എന്താണ് അടിവസ്ത്രം ഉണ്ടല്ലോ ആ ലിസാർ. മനസ്സിലായി. ഈ ലിസാറിന്റെ ശരീരത്തോട് ചേർന്ന് ഭാഗം അരക്കെട്ട് നമ്മളിങ്ങനെ അലാസ്റ്റിക്കും ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ ഉള്ളിലൂടെ ഒറ്റ കൈ കൊണ്ട് ചുറ്റുഭാഗത്ത് കൂടെ തടവിയാൽ പുറത്തുകൂടിയല്ല ഉള്ളുകൂടെ നിങ്ങൾ തടവിയിട്ട് ആ കയ്യിൽ മുക്കുക. ബക്കറ്റില് ഇതാണ് ഉസില് ഗുസില്. അതന്നെ ഇതാണ് ഗുസില്. എന്നിട്ട് ഈ വെള്ളം ചെയ്യാ ഈ വെള്ളമാണ് രോഗിയുടെ കണ്ണേററ്റിയ ആള് തലയിൽ കൂടെ ഒഴിക്കുക. എങ്ങനെ പിൻഭാഗത്ത് കൂടി പോയിട്ട് എന്താ മുന്നിൽ വെച്ചാൻ പറ്റൂല. മുന്നിൽ നിൽക്കാൻ പറ്റൂല. പിന്നിൽ നിന്ന് രോഗിയുടെ തന്റെ മുകളിൽ കൂടെ ഒഴിക്കുക. എന്ത് ഒന്നും ചൊല്ലേണ്ടതായിട്ടില്ല. ഈ നെയ്യത്ത് വരത്തിലുണ്ടായില്ല. അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയിട്ട് കണ്ണേറ്റിട്ടുണ്ടെങ്കിൽ അതാണ് പോകും. കണ്ണേറ് മാത്രല്ല കണ്ണെണ്ണ വെപ്പ് മുജാഹിദീകളെ ആ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എവിടൊക്കെ സ്പർശിച്ച വെള്ളം അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ് സഹോദരൻ. ഞാനിത് കേട്ടിക്കണ കുറെ സഹോദരിമാരുണ്ടായിപ്പോയി, അല്ലെങ്കിൽ വേറെ കുറച്ച് വർത്താനം കൂടി മുജാഹിദീങ്ങൾ ഒറ്റക്കാച്ച പറഞ്ഞു കൊടുക്കാണ്ടായിരുന്നു അവിടെ. ഇരിക്കട്ടെ, ഏതായിരുന്നാലും നിങ്ങൾ